ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ നല്ല അഭിപ്രായങ്ങൾ ആദ്യ ദിവസം തന്നെ നേടിയെടുത്ത സിനിമയാണല്ലോ പൃഥ്വിരാജ് ബേസൽ ജോസഫ് കോംബോയിലെത്തിയ ഗുരുവായൂർ അമ്പല നടയിൽ. ചിത്രത്തിന്റെ റിലീസോടെ ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകളുടെ കേരള ട്രാക്കിംഗ് എത്രയാണ് എന്നറിയാനായിട്ട് ഒരുപാട് പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടാകാം. എന്തായാലും ആ റിപ്പോർട്ടാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഗുരുവായൂർ അമ്പല നടയിൽ ഒപ്പം തന്നെ ഹൃദയഹാരിയായ പ്രണയകഥ എന്നീ സിനിമകളുടെ റിലീസ് കാരണം മലയാളിയുടെയും പവിയുടെയും സ്ക്രീൻ നല്ല രീതിയിൽ കുറഞ്ഞു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. രണ്ട് സിനിമകൾക്കും നല്ല രീതിയിൽ കളക്ഷൻ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. നിവിൻ പോളി നായകനായി എത്തിയ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയിലേക്ക് ആദ്യം വരികയാണെങ്കിൽ ലിസ്റ്റൻ നിർമ്മിച്ച സിനിമയ്ക്ക് ഇന്നലെ ബുധനാഴ്ച ഇതേ സമയം 9 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്നത് 2 ലക്ഷത്തിൽ പരം മാത്രമാണ്. ഇന്നലെ വരെ സിനിമയ്ക്ക് 15 ലക്ഷത്തിന് മുകളിൽ പ്രതിദിനം കേരള ഗ്രോസ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് മുതൽ അത് 5 ലക്ഷമായിട്ട് കുറയും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ലിസ്റ്റൻ നിർമ്മിച്ച സിനിമയുടെ കൂടുതൽ സ്ക്രീനുകളാണ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ഏറ്റവും പുതിയ സിനിമയിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം സിനിമയുടെ ഫൈനൽ വരെയുള്ള റിപ്പോർട്ടുകൾ കേട്ട്. മലയാളി റിലീസിന് ഒരാഴ്ച മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ ദിലീപിന്റെ പവി കെയർ ടേക്കർ. ഇപ്പോഴത്തെ ട്രാക്കിംഗ് കളക്ഷനിലെ മലയാളിയേക്കാൾ മുന്നിലെത്തിയിരിക്കുകയാണ് പവി കെയർ ടേക്കർ എന്ന സിനിമയുടെ ഇന്നത്തെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്നലെ ഇതേ സമയം 5 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് 2,26,000 മുകളിലാണ് പവി കെയർ ടേക്കർ എന്ന സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ 10 ലക്ഷം വീതം കേരള ഗ്രോസ് ഉണ്ടായ സിനിമയ്ക്ക് ഇന്ന് 5 ലക്ഷത്തിൽ പരം മാത്രമായിരിക്കും കേരള ഗ്രോസ്. 20 ദിവസങ്ങൾ പിന്നിടുമ്പോഴും സിനിമ മികച്ച ഹോൾഡോടെ മുന്നേറുന്നുണ്ട്. പക്ഷേ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ പൂർണ്ണമായിട്ടും വിജയിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പവിയും മലയാളിയും ഈ വരുന്ന ഞായറാഴ്ച വരെ ഇതേ ഹോൾഡോടെ തിയേറ്ററുകളിൽ ഉണ്ടാകും. എന്നാൽ നടികർ എന്ന സിനിമ വാഷ് ഔട്ടിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ടൊവിനോ നായകനായി എത്തിയ കൂട്ടത്തിലെ ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് ഇന്നലെ ഇതേ സമയം 1,86,000 പരമായിരുന്നെങ്കിൽ ഇന്ന് അത് 24,000 പരം മാത്രമാണ്. അപ്പോൾ ഇന്ന് സിനിമയ്ക്ക് 1 ലക്ഷം പോയിട്ട് 50,000 രൂപ പോലും കേരളത്തിൽ ഗ്രോസ് ഉണ്ടാകില്ല. 40 കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ നേരത്തെ തന്നെ തിയേറ്ററുകളിലെ വൻ ദുരന്തമായിട്ട് മാറിക്കഴിഞ്ഞതാണ്. ഇനി അവസാനമായിട്ട് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമയുടെ റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ ബഡ്ജറ്റ് റിപ്പോർട്ടാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യ ദിവസത്തെ കളക്ഷനെ കുറിച്ചുള്ള റിപ്പോർട്ടെല്ലാം തന്നെ നേരത്തെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കഴിഞ്ഞതാണ്. പൃഥ്വിരാജിന്റെ മുൻ സിനിമ പോലും വമ്പൻ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയതാണെങ്കിൽ പൃഥ്വിരാജ് കൂടി നിർമ്മാണ പങ്കാളിയിൽ ഭാഗമായ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമയ്ക്ക് ഏകദേശം 10-20 കോടി റേഞ്ചിൽ മാത്രമാണ് ബഡ്ജറ്റ് കണക്കാക്കുന്നത്. സിനിമയിലെ ഗുരുവായൂർ അമ്പല നടയിൽ സെറ്റ് ഇട്ടതായിരുന്നു. ഏകദേശം 4.5 കോടിയിലേറെ ആ സെറ്റിന് മാത്രം ബഡ്ജറ്റ് വന്നു എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ 10-20 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ തിയേറ്ററുകളിൽ വിജയിക്കുന്ന അടുത്ത മലയാളം സിനിമയായി മാറും എന്ന് തന്നെയാണ് ആദ്യ ദിവസത്തെ പ്രതികരണങ്ങളിൽ നിന്ന് ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസ് ട്രെൻഡിൽ നിന്ന് വ്യക്തമാകുന്നത്. കാത്തിരിക്കൂ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ കേട്ട്.